ഉള്ളവരെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ തുടരും എന്നുറപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ മലപ്പുറത്ത് കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടന്നത്. സമ്മേളനം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് MLA മാരെ അഭിനന്ദിക്കുക എന്നതായിരുന്നു. ആ ചടങ്ങിൽ അച്ചടിച്ച പോസ്റ്റർ തൊട്ട് വിവാദമാണ്. കാരണം ആ പോസ്റ്ററിൽ അച്ചടിച്ചിരിക്കുന്ന രൂപങ്ങളിൽ ഒന്ന് KC വേണുഗോപാലിന്റെ മാത്രമാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച VD സതീശന്റെ പോസ്റ്റർ ഇല്ല എന്ന് തുടങ്ങുന്നു അതിലെ വിവാദങ്ങൾ. പിന്നെ ആ സമ്മേളന നഗരി പോലും വിവാദമായി മാറിയിരിക്കുകയാണ്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 4 കോൺഗ്രസ് MLA മാരും തങ്ങളുടെ വിഭാഗീയത ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങളിൽ പ്രകടിപ്പിച്ചു എന്ന് വ്യക്തമാണ്. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന AP അനിൽകുമാർ, ആര്യാടൻ ഷൗക്കത്ത്, ഒപ്പം ജോയി എന്നിവർ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് തങ്ങളുടെ വിജയത്തിന് നിദാനമായത് KC വേണുഗോപാലിന്റെ പ്രവർത്തനങ്ങളാണ്. KC വേണുഗോപാൽ ഇടപെട്ട് ഓരോ നിമിഷവും തങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ചിരുന്നു. എല്ലാ സമയവും എല്ലാ ദിവസവും വിളിച്ച് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുമെന്നായിരുന്നു. പക്ഷേ മറുപക്ഷത്ത് നിൽക്കുന്ന VD സതീശൻ പക്ഷത്ത് നിൽക്കുന്ന നൌഷാദ് അലി ആകട്ടെ KC വേണുഗോപാലിന്റെ പേര് പരാമർശിക്കാതെ സ്വന്തം നേതാവായ VD സതീശന്റെ പേര് മാത്രമാണ് പരാമർശിച്ചത്. അതായത് ഇരുഭാഗത്ത് നിൽക്കുന്ന നേതാക്കന്മാരും മറുഭാഗത്ത് നിൽക്കുന്ന മറുഗ്രൂപ്പിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ പേര് പറയാതെ സ്വന്തം നേതാവിനെ മാത്രം പുകഴ്ത്തിക്കൊണ്ടാണ് ആ പ്രസംഗം അവസാനിച്ചത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് AP അനിൽകുമാറും ജോയിയും ഒപ്പം ആര്യാടൻ ഷൗക്കത്തും KC വേണുഗോപാൽ പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് ആ ഇലക്ഷൻ വിജയ മഹാഘോഷത്തിൽ സംസാരിച്ചപ്പോൾ മറുപക്ഷത്ത് നിൽക്കുന്ന KP നൌഷാദ് അലി VD സതീശനെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം അത് അവസാനിക്കുന്നില്ല, പതിറ്റാണ്ടുകൾ ഇനി അധികാരത്തിന് പുറത്തിരുന്നാലും അത് അവസാനിക്കില്ല എന്നു തന്നെയാണ് അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസ് മഹാഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു, 2001 ഇലക്ഷൻ. ആ ഇലക്ഷനിൽ ഏകദേശം 100 സീറ്റ് കഴക്കൂട്ടത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച MA വാഹിദ് ഉൾപ്പെടെ 100 സീറ്റ് നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. പക്ഷേ തുടർന്നുണ്ടായ അധികാര വടംവലികൾ, ഗ്രൂപ്പ് രാഷ്ട്രീയം, AK ആന്റണിയും K കരുണാകരനും ഇരുപക്ഷത്തു നിന്നുകൊണ്ട് പാർട്ടിയെ തമ്മിൽ തല്ലിച്ചത്, അതൊക്കെയും പിന്നീട് കോൺഗ്രസിന്റെ തിരിച്ചടിക്ക് കാരണമായി എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ 2011 CPM-നകത്ത് ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, അതായത് അവിടെ CPM-ന്റെ അകത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയി വരണ്ട എന്ന് പിണറായി വിഭാഗം തീരുമാനിച്ചതുകൊണ്ടാണ് 2011 ഇലക്ഷനിൽ കേവലം 2 സീറ്റിന് കോൺഗ്രസിന് ഭരണപക്ഷത്തിരിക്കുവാൻ കഴിഞ്ഞത്. 2011 ഇലക്ഷൻ റിസൾട്ട് LDF 68, UDF 72 എന്നായിരുന്നു. അതായത് ചില സീറ്റുകളിൽ CPM-കാർ തന്നെ CPM-കാരെ കാലുവാരി തോൽപ്പിച്ചു. കാരണം അവിടെ കോൺഗ്രസിനേക്കാൾ വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രം ജസ്റ്റ് 2011 അധികാരത്തിൽ എത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF. ഞാൻ കോൺഗ്രസ് എന്നേ പറയുന്നുള്ളൂ. കാരണം മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം 2011 ഇലക്ഷനിൽ മികച്ചതായിരുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും കോൺഗ്രസ് പാഠം ഉൾക്കൊള്ളുവാൻ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. 2011 LDF-ന്റെ ഗ്രൂപ്പിസം മൂലം അധികാരത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ 2011 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം ഏകദേശം 15 വർഷത്തോളം ആ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വരുമായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം എന്ന് നമുക്ക് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ 2011 ഇലക്ഷനെത്തിയ ശേഷം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലൂടെ കോൺഗ്രസ് കടന്നുപോയി. നമുക്കറിയാവുന്ന പോലെ ഇന്ദിരാഭവനിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഒപ്പം ശരത്ചന്ദ്ര പ്രസാദിന്റെയും ഒക്കെ മുണ്ടു വലിച്ചൊഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. എറണാകുളത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കരുണാകരന്റെ വിഭാഗം അവര് മറിച്ച് വോട്ടുകുത്തി പരാജയപ്പെടുത്തുന്ന സംവിധാനങ്ങളിൽ ഉണ്ടായി. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 2004 ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ആകെയുള്ള 20 സീറ്റിൽ UDF-ന് ആകെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് P അഹമ്മദിനെ മാത്രമായിരുന്നു. ബാക്കിയുള്ള എല്ലാ സീറ്റുകളും UDF അമ്പയെ തോറ്റുപോയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു പോകണ്ട എങ്കിൽ അണികൾ പറഞ്ഞ നേതാക്കന്മാരെ വിലക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ രൂപരേഖകൾ തെളിഞ്ഞു തുടങ്ങുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് വേണ്ടി ഇലക്ഷൻ ഫണ്ട് കൊടുത്തത് KC വേണുഗോപാൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഇലക്ഷന് വേണ്ടി പ്രവർത്തിച്ചത് ഒരു പക്ഷേ VD സതീശനായിരിക്കാം. പക്ഷേ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കുവാൻ പറ്റൂ എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവർ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിരുന്നു. കോൺഗ്രസ് പാർട്ടിയാണ് അവരെ സ്ഥാനാർത്ഥിയാക്കിയത്. അതിനുശേഷം മാത്രമാണ് നേതാക്കന്മാരൊക്കെ ഉണ്ടായത്. നേതാക്കന്മാർ ഇന്ന് വരും നാളെ പോകും. പക്ഷേ
പ്രസ്ഥാനം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചില നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവനകൾ കാണുമ്പോൾ വീണ്ടും കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പാരമ്യതയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്ന ചില സംശയങ്ങൾ രൂപപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ ആ സമ്മേളനവും അങ്ങനെ ഒരു സംശയത്തിലേക്ക് പാർട്ടി അണികളെ എത്തിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷമായി യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെയൊക്കെ നേതാക്കന്മാർ തെരുവിൽ തല്ലുകൊണ്ട് അവരുടെ ചോര ഒഴുക്കിയതിന്റെ ഫലമാണ് ഈ രാഷ്ട്രീയ അധികാരം എന്ന തിരിച്ചറിവ് ഓരോ കോൺഗ്രസ് നേതാവിനും ഉണ്ടാകേണ്ടതുണ്ട് എന്നു തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. 2001-ലെ വലിയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ആ പാരമ്യം അതാണ് കോൺഗ്രസിന് തിരിച്ചടിക്ക് കാരണമായത് എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 2001-ൽ വലിയ വോട്ടുകൾക്ക്, വലിയ ഭൂരിപക്ഷത്തിൽ, ഏകദേശം 100 സീറ്റിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം, കരുണാകരനും AK ആന്റണിയുമായിട്ട് തിരിഞ്ഞു നിന്നുള്ള രാഷ്ട്രീയം, കെ മുരളീധരന്റെ മന്ത്രിസ്ഥാനം, KPCC പ്രസിഡന്റായിരുന്ന K മുരളീധരനെ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് വൈദ്യുതി മന്ത്രിയാക്കി മത്സരിപ്പിച്ചത്, പിന്നീട് അദ്ദേഹം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതൊക്കെയും തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശം കാലഘട്ടത്തിലെ പാർട്ടി പരാജയത്തിന്റെ ഉദാഹരണമായി നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. അതിന്റെ ഒരു തിരിച്ചടിയിൽ നിന്ന് കോൺഗ്രസ് മുക്തമായി വരുന്നതേ ഉള്ളൂ. കോൺഗ്രസിന് ഒരിക്കലും ഇത്രയും വലിയ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അപ്രതീക്ഷിതമായി CPM-ന്റെ വീഴ്ചകളിൽ നിന്ന് കോൺഗ്രസ് ഇത്രയും വലിയ സീറ്റുകൾ നൽകിയ ജനങ്ങളോടുള്ള കടമയും ഉത്തരവാദിത്വവും കോൺഗ്രസ് നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചില പ്രകീർത്തനങ്ങൾ ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഈ അണികൾ അവരെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്ന് പ്രകീർത്തനങ്ങളും ഒപ്പം ഈ സോപ്പിടീലുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ നേതാക്കന്മാർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കുവാൻ പറ്റൂ എന്ന ഒരു യാഥാർത്ഥ്യം. CPM-നെ സംബന്ധിച്ച് അവർ തിരിച്ചുവരവിന് സാധ്യതയില്ലാത്തവണ്ണം തകർന്നു നിൽക്കുന്ന ഒരവസരമാണ്. കോൺഗ്രസ് സംബന്ധിച്ച് അവർക്ക് വലിയ നേതാക്കന്മാരുടെ നിരയുണ്ട്, യുവജനങ്ങളുടെ ശക്തമായ നിരയുണ്ട്, ശക്തരായ യുവജന നേതാക്കന്മാരുണ്ട്, വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ട്. അതൊക്കെ മുതലാക്കി മുന്നോട്ട് പോകുവാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ കോൺഗ്രസിന് തുടർച്ചയായി ഭരണം ലഭിക്കും എന്ന ഒരു വിലയിരുത്തൽ തന്നെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ കോൺഗ്രസിനെ തിരിച്ചടിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം, അതൊരു പക്ഷേ നേരത്തെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് കോൺഗ്രസിന് നിലനിർത്തി നിന്നാണ്. കാരണം നല്ല നേതാക്കന്മാർ 2 ഗ്രൂപ്പുകളിലും ഉണ്ടാകും. ആ ഗ്രൂപ്പ് നേതാവ് അവരെയൊക്കെയും പ്രൊമോട്ട് ചെയ്ത് MLA-മാരും മന്ത്രിമാരും ഒക്കെ ആക്കുന്ന ഒരു സമ്പ്രദായം നേരത്തെ ഉണ്ട്. കരുണാകരനൊക്കെ അങ്ങനെ ഒരുപാട് ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്ന ആളാണ്. പക്ഷേ അത് ഒരു പരിധി കഴിയുമ്പോൾ ആ ഗ്രൂപ്പ് രാഷ്ട്രീയം പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാകും എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം 2001-ൽ അധികാരത്തിലെത്തിയതിനു ശേഷം കോൺഗ്രസിന്റെ അകത്ത് നടന്ന ഗ്രൂപ്പ് രാഷ്ട്രീയവും പടലപ്പിണക്കങ്ങളും കുതികാൽ വെട്ടുമൊക്കെയാണ് കോൺഗ്രസിനെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതിന്റെ ഒരു അതിജീവനമായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇനിയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരികെ പോയാൽ കോൺഗ്രസ് സംബന്ധിച്ച് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്നൊരു വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ നേതാക്കന്മാരെ പ്രൊമോട്ട് ചെയ്ത് കോൺഗ്രസിലെ തന്നെ മറ്റ് നേതാക്കന്മാർക്കൊക്കെ ചെളിവാരി എഴിയുന്ന അണികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.